സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. 14 ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു പാലം ചേരുന്നുണ്ട്. അഞ്ജു, ഇപ്പോൾ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 14 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. എന്തൊക്കെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റ് നിർദ്ദേശങ്ങൾ? വിഷ്ണുപ്രിയ, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുക തന്നെയാണ്. ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ മുഴുവൻ, അതായത് കേരളത്തിൽ സംസ്ഥാനത്ത് മുഴുവൻ ഇന്ന് ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ജാഗ്രതാ നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ഈ മലയോര മേഖലയിലും അതുപോലെ തീരദേശ മേഖലകളിലുമൊക്കെ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കണമെന്നുള്ള അറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടമുണ്ടായ അധികൃതരെ കൃത്യമായി തന്നെ വിവരങ്ങൾ അറിയിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ മത്സ്യബന്ധനത്തിന് തുടരുന്ന വിലക്കും മറ്റന്നാൾ വരെ തുടരും. ഈ സംസ്ഥാനത്ത് ശക്തമായ മഴ ഇങ്ങനെ തുടരാൻ കാരണം ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. ആ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ ലഭിച്ചത്. നാളെ മഴ കുറയുമെന്ന ഒരു അപ്ഡേഷൻ കൂടി വരുന്നുണ്ട്. നാളെ സംസ്ഥാനത്ത് 3 ജില്ലകളിൽ മാത്രമായിരിക്കും മഴ മുന്നറിയിപ്പുള്ളത്. അത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലയിലാണ്. ഇവിടെ മാത്രമായിരിക്കും നാളെ മഴയുണ്ടാവുക എന്നാണ് അറിയിക്കുന്നത്. പക്ഷേ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത. പക്ഷേ അതിനുശേഷം 2 ദിവസം അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട്. നാളെ കഴിഞ്ഞാൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് സംസ്ഥാനത്ത് നൽകിയിരിക്കുന്നത്. ഓറഞ്ച് അലേർട്ട് ഉൾപ്പെടെ വടക്കൻ ജില്ലകളിൽ നാളെ കഴിഞ്ഞാലുണ്ട്. ഈ ഒരു ദിവസമായിരിക്കും ശക്തമായ മഴ സംസ്ഥാനത്തുടനീളം ഉണ്ടാവുന്നത്. അതിന് കാരണം ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതാണ്. മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്കും തുടരുക തന്നെയാണ്. ഡാമുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അലേർട്ടുകളൊന്നും ഇപ്പോൾ ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പുകളൊന്നുമില്ല. പക്ഷേ നെയ്യാർ ഡാമിൻ്റെ അടക്കം വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ ലഭിക്കുന്നത് കൊണ്ട് ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിഷ്ണുപ്രിയ.